ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 6 ട്രയാങ്കിൾസിലെ എക്സസൈസ് 6.3 ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ഇൻ ദ ഫിഗർ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ABC ആൻഡ് AMP ആർ ടു റൈറ്റ് ആംഗിൾസ്. റൈറ്റ് ആംഗിൾ അറ്റ് B ആൻഡ് M റെസ്പെക്റ്റീവ്ലി. പ്രൂവ് ദാറ്റ് triangle ABC is similar to triangle AMP and CA by PA equal to BC by MP. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള രണ്ട് ട്രയാങ്കിൾ ഞാനൊന്ന് ഇവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളോട് പറഞ്ഞിട്ടുള്ള രണ്ട് ട്രയാങ്കിൾ ആണ്. ഒന്ന് എ ബി സി എനിക്ക് ഷെയ്ഡ് ചെയ്ത് കാണാം. പിന്നെ ഒന്ന് AMP, രണ്ടും ഷെയ്ഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നോക്കുക, നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബി റൈറ്റ് ആംഗിൾ ആണ്, എമ്മും റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, അതേപോലെ ആംഗിൾ എ എന്ന് പറയുന്നത് രണ്ടിനും കോമൺ അല്ലേ? നോക്കിയേ അല്ലെ, ഈ ചിത്രത്തൊക്കെ നോക്കിയാൽ മതി. ABC-യിലും AMP-യിലും ആരുണ്ട്? ആംഗിൾ എ ഉണ്ട്. അപ്പൊ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ കോമൺ ആംഗിൾ ആണ്. ആംഗിൾ ABC 90 ഡിഗ്രി ആണ്. ആംഗിൾ AMP അതും എന്താണ്? 90 ഡിഗ്രി ആണ്. ഈ ആംഗിളും ഈ ആംഗിളും. അപ്പൊ രണ്ട് ആംഗിൾ ഈക്വൽ ആയാലോ? രണ്ട് ആംഗിൾ ഈക്വൽ ആയാൽ ആ ട്രയാംഗിൾ എന്താകും? സിമിലർ ആവും. എ സിമിലാരിറ്റി. ഓക്കെ, അപ്പൊ രണ്ട് ആംഗിൾ ഈക്വൽ ആയിട്ട് കിട്ടി, അതുകൊണ്ട് ഈ ട്രയാംഗിൾ എന്താണ്? സിമിലർ ആണ്. ഇനി സിമിലർ ആണെങ്കിൽ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അത് വെച്ചിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. നോക്കിയ മക്കളെ, ആദ്യം ഞാൻ എടുക്കുന്നത് എവിടെ? 90 ഡിഗ്രി അറിയുന്ന ആംഗിൾ എടുത്തു. ഓക്കെ, ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് AC. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആരാ? AP അല്ലെങ്കിൽ PA. അപ്പോൾ CA by PA. ഓക്കെ അല്ലേ? ഇനി ഈ കോമൺ ആംഗിൾ ആയിട്ടുള്ള എക്ക് ഓപ്പോസിറ്റ് ആണ് BC. കോമൺ ആയിട്ടുള്ള എക്ക് ഓപ്പോസിറ്റ് ആണ് MP. അപ്പോൾ BC by MP. ഓക്കെ, സിമിലർ ട്രയാങ്കിൾസിൽ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മളിത് എഴുതിയത്.